ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പയർ ഉപ്പേരി, റോസ്റ്റഡ് പയർ ഉപ്പേരി. പാൻ വെച്ചതിന് ശേഷം അത് ചൂടായാൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പിലയും ഒന്ന് മൊരിഞ്ഞ് വന്നാൽ ഇതിലേക്ക് നമുക്ക് 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 8 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 8 പച്ചമുളക് നടുകീറിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം പിന്നെയും ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് ഒന്ന് നമുക്കൊരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച് ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ പയർ അത് ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കിത് ഇളക്കിയെടുക്കാൻ കഴിയും. എല്ലാ ഭാഗത്തേക്കും ആയി എന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. മൂടി തുറന്ന് നമുക്ക് നോക്കാം ഇതിലെ വെള്ളമെല്ലാം വറ്റിയോ എന്ന്. നന്നായി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ വെള്ളമുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി തുറന്നത് ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് മതി വേവിക്കാൻ. ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ റോസ്റ്റഡ് പയറുപ്പേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ രുചിയുള്ള ഒരു പയറുപ്പേരിയാണിത്. ഇത് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ വളരെ രുചിയാണ്. സ്കൂളിൽ പോകുന്ന മക്കൾക്ക് നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ.